ഹലോ, ഇന്ന് അടിപൊളി വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷവും ഇതേപോലെ ഒരു വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാത്തിരുന്ന് ഇന്ന് അതേപോലെ ഒരു ദിവസമാണ്, അതായത് നമ്മുടെ ഫാമിലി ട്രിപ്പ്. കുറേ സ്ഥലങ്ങളൊക്കെ തപ്പി അവസാനം നമ്മൾ പാലക്കയം തട്ട് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ തൊട്ട് മുട്ടിയിട്ടുള്ള മറ്റൊരു റിസോർട്ട്. സ്ഥലം കാണലല്ല മെയിൻ, മൊത്തത്തിലൊരു അടിച്ചുപൊളി സെറ്റപ്പ് വേണം, അതുകൊണ്ടാണ് ഇവിടെ തന്നെ ചൂസ് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഡിമാൻഡും ഇവിടെയാണ് ഓക്കെ ആയിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ 3 കാറിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ യാത്രയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ വണ്ടിയിൽ അടിച്ചുപൊളി തുടങ്ങിയിട്ടുണ്ട്. കയറ്റങ്ങൾക്ക് ശേഷം ഞങ്ങൾ പാലക്കയം തട്ടി എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതായിരുന്നു നമ്മൾ മുമ്പ് പോയിട്ടുണ്ടായിരുന്ന റിസോർട്ട്, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒട്ടും കുറച്ചിട്ടില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ റിസോർട്ട്, അടിപൊളിയാണ്. മറ്റേതിനെ അപേക്ഷിച്ച് പൂളൊക്കെ ഇച്ചിരി ചെറുതാണെങ്കിലും നാളെ ഉച്ച വരെ ഈ റിസോർട്ട് നമുക്ക് മാത്രമല്ല ഇഷ്ടം പോലെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആരുടെ ശല്യമില്ലാതെ അത്യാവശ്യം ഒരു ബിഗ് ഫാമിലി വന്നാലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നമ്മൾ വന്നപാടെ കുറെ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിള്ളേരൊന്നും ഒരു രക്ഷയില്ല, പൊളി വൈബ്. ഇടക്ക് ആപ്പന്റെയും ആന്റിയുടെയും കുറച്ച് റൊമാൻസ് കൂടി ആയാലോ, പൊളിയായിരിക്കും അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, മുതിർന്നവരെന്നില്ല, കുട്ടികളെന്നില്ല, എല്ലാം ഒന്നിനൊന്നിനും മെച്ചാട്ടോ. അതിൻ്റെ ഇടയിൽ ഇനി വിട്ടുപോകാത്തൊരു കാര്യമുണ്ടല്ലോ, റീൽസ്. അത്യാവശ്യം പ്ലാൻ ചെയ്തിട്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എടുക്കുകയാണ് ആദ്യം തന്നെ. എല്ലാവരും പിന്നെ ഭീകര നടീനടന്മാരായതുകൊണ്ട് തന്നെ പറഞ്ഞതിലും ഒരു പടി മേലെയായിരുന്നു അഭിനയം. കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ഒരു പുതിയ കപ്പിൾസ് കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ഒരു റൂം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ശരിക്കും നമ്മളിങ്ങനെ ഏറുമാടത്തിലൊക്കെ താമസിക്കുന്ന പോലെ ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ കയറിയിട്ടാണ് കുറച്ച് റൂംസ് ഒക്കെ. കൂടാതെ കുഞ്ഞു കുഞ്ഞു ഹട്ടുകളൊക്കെ താഴെയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ആന്റി ഊഞ്ഞാലാടുകയാണ്. വലിയ തണുപ്പൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, എന്നാലും അങ്ങനെ ചൂടുമില്ല. കാഴ്ചകളൊന്നും കണ്ടു തീർന്നില്ല. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള തിരക്ക് അതിഭയങ്കരമായിരുന്നു. നമ്മുടെ മെയിൻ ഉദ്ദേശം ഇത് തന്നെയാണ് കേട്ടോ. ചെറുതും വലുതും നീന്തൽ അറിയുന്ന ആളും അറിയാത്ത ആളും എന്ന് വേണ്ട, ഇനി മുങ്ങിച്ചത്താലും വേണ്ടിയില്ല, എല്ലാം പൂളിൽ തന്നെയായിരുന്നു കുറേ സമയം. അതിൻ്റെ ഇടയിൽ റീൽസ് എടുക്കാനും മറന്നിട്ടില്ല കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ക്ലീൻ വാട്ടറാണ്. അതിനടുത്ത് തന്നെ 2-3 ടോയ്ലറ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമാണ്. ഞങ്ങൾ ഈ പൂളിൽ ഇറങ്ങിയ സമയം കൊണ്ട് അപ്പുറത്ത് ചിക്കനൊക്കെ റെഡിയാവുന്നുണ്ടായിരുന്നു. മേഘം പോലെ പോകാം, ഒരു നിമിഷങ്ങളെ ഒന്നാകെ. അപ്പോൾ എല്ലാവരും ഇതാ കുളിയൊക്കെ കഴിഞ്ഞു. ഏകദേശം രാത്രിയാവാനായിട്ടുണ്ട്. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അതിനിടയിൽ എല്ലാവരും ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ്. ഇവിടെ കിച്ചണും അത്യാവശ്യം എല്ലാ പാത്രങ്ങളും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചിക്കൻ ഇതാ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് കുറച്ചുകൂടി ഡാൻസും DJ ഒക്കെ വേണമല്ലോ. ഇവിടുത്തെ സ്പീക്കറിന് ഒരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ അഭാവം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്പീക്കർ കൊണ്ട് തൽക്കാലം ഒപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് അത്യാവശ്യം നല്ലൊരു തണുപ്പും കാറ്റും ഒക്കെ വരുന്നുണ്ട്. നല്ല ഫീലായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ 2 ദിവസം മുമ്പ് പൊഴാതി കളിച്ച ഡാൻസ് കൂടി കളിക്കുന്നുണ്ട്. ആ ഫുൾ പാട്ട് ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചോട്ടോ. എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു കളിക്കുമ്പോൾ. അതും കഴിഞ്ഞതാ ഞങ്ങൾ കിച്ചണിലെത്തിയിട്ടുണ്ട്. മയോണൈസൊക്കെ ആക്കാനുള്ള ഫൈനൽ സെറ്റപ്പിലാണ്. ആപ്പൻ എന്തോ പാട്ട് പാടുവാണേ. എല്ലാവരും കൂടുന്ന സമയത്ത് ഈ രഘുവാപ്പൻ ഒരു രക്ഷയില്ലാത്ത സീനാണേ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഇനി നമുക്ക് നേരെ ഫുഡ് കഴിച്ചാലോ. ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ നേരത്തെ വാങ്ങി വെച്ചത് കൊണ്ടോ ഉണ്ടാക്കി വെച്ചത് കൊണ്ടോ എന്നറിയില്ല, റൊട്ടിയൊക്കെ ഇച്ചിരി ഹാർഡായിപ്പോയി. ചവച്ച് വായ കടഞ്ഞുപോയി അവസാനം. അപ്പോൾ ഇന്നിത് എല്ലാവരുടെയും ഭക്ഷണ പരിപാടിയൊക്കെ തീരാനായി. ഇനി രാത്രി ഒന്ന് അവിടുത്തെ പള്ളിയിൽ കൂടി പോകണമെന്നുണ്ട്. അപ്പോൾ രാവിലെ കാണാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു രാത്രി കഴിഞ്ഞു. ഇത് രാവിലെ ആയിരിക്കുകയാണ്. നമ്മൾ മോർണിംഗ് വൈബൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഓരോരോ
ഓരോരുത്തരായിട്ട് എണീക്കുന്നതേ ഉള്ളൂ. രാവിലത്തെ ഫുഡിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കിച്ചണിൽ. അധികം ആർഭാടൊന്നുമില്ല, ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ. ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ട് നിന്നാ മതിയോ? നമുക്ക് നേരെ പൂളിലേക്ക് വിട്ടാലോ? കുളിയൊക്കെ കഴിഞ്ഞു. അടുത്ത റീൽസും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മത്സരിച്ചുള്ള റീലെടുപ്പാണേ. കാരണം പിക്നിക്ക് കഴിഞ്ഞാലും ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ ഇതാ ഇവിടുത്തെ നമ്മുടെ സമയം തീരാനായിട്ടുണ്ട്. പിക്നിക്ക് കഴിയാറായ സങ്കടത്തിലാണ് പിള്ളേരൊക്കെ. പുതിയൊരിടം തേടി ഇനി അടുത്ത തവണ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുന്നുകളും മലകളും ഇറങ്ങി ഞങ്ങളിതാ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.